ഏകദേശം ഇപ്പോൾ ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സമയത്ത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഞാൻ എപ്പോഴും ഇവിടെ വന്ന് നോക്കാറുണ്ട് കേട്ടോ. ഈ ഒരു കുന്നത്ത് വന്ന് നിൽക്കുമ്പോൾ അക്കരെ സൈഡ് മുഴുവൻ അതുപോലെ അഞ്ചുരുളി എല്ലാം ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ താഴത്തു കൂടെ ആറ് ഒഴുകുന്നുണ്ടല്ലോ. കമ്പിളിയും കൂടെ ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ലാസ്റ്റ് ആ സൈഡ് ഭാഗത്തൊക്കെ കുറച്ച് നനവുണ്ടായിരുന്നു. എന്നാലും ഇറയത്തിടാമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങോട്ട് എടുത്തു കേട്ടോ. ഇനിയിപ്പോൾ രാത്രിയിലെങ്ങനെ മഴ പെയ്താലോ. കുളിക്കാൻ വേണ്ടിയിട്ട് തലയിൽ ഒരു കൊട്ട എണ്ണയൊക്കെ കമത്തി നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരാൾ ഞാൻ എന്താ ചെയ്യണേന്ന് നോക്കി താഴെ ഇങ്ങനെ കിടക്കുന്നുണ്ട് റോഡിലെ. ഇന്നലെ അച്ഛൻ ഒഴിവുള്ള കാരണം ഒത്തിരി വിറക് കീറി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മയ്ക്ക്. വിറകടുപ്പിലാണല്ലോ നമ്മളിവിടെ കൂടുതലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതാ 2 ലോഡ് വിറകുണ്ട് കേട്ടോ. എൻ്റെ കണക്കിന് ഞാൻ പറഞ്ഞാണ് കേട്ടോ 2 ലോഡ് എന്നൊക്കെ. ഇത് 2 ദിവസത്തേക്ക് പോലും അമ്മയ്ക്ക് തികയത്തില്ല. അടുപ്പിൽ നിറച്ച് വിറക് വെച്ചിട്ടാണ് കേട്ടോ അമ്മ പാചകം ചെയ്യാറ്. ഇതിപ്പോൾ 2 ദിവസത്തേക്കേ കാണുകയുള്ളൂ. എങ്ങാനും മഴ പെയ്താലോ എന്ന് ഓർത്ത് ഞാനത് ഇറയത്തേക്ക് എടുത്തു വെച്ചിട്ടുണ്ടേ. പിന്നെ നമ്മുടെ മത്തങ്ങ ഇതാ ഇവിടെ സേഫായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. എത്ര ദിവസത്തേക്കാണെന്നൊന്നും അറിയത്തില്ല. പിന്നെ നേരെ മുറ്റം അടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. നേരെ ഏകദേശം വിളക്കൊക്കെ കത്തിക്കാനായിട്ടുണ്ട്. ഇനിയിപ്പോൾ കുളിക്കണം. അപ്പോൾ രാത്രിയിലേക്ക് നമുക്ക് ചേമ്പാക്കിയാലോ എന്ന് അമ്മ ഇങ്ങനെ ചോദിച്ചു. അങ്ങനെ നേരെ ടെറസിൻ്റെ മുകളിൽ പോയിട്ട് അച്ഛൻ ചേമ്പിൻ്റെ തടം മാന്തിയേ. അപ്പോൾ അത് അത്യാവശ്യം നല്ല വിത്തുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് വളമോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. എന്നാലും നിറച്ച് വിത്ത് ഉണ്ടാവാറുണ്ടേ. മധുരക്കിഴങ്ങും കാച്ചിലും ചേമ്പും ചേനയും എല്ലാം നിൽപ്പുണ്ട് കേട്ടോ ഇങ്ങനെ ടെറസിൻ്റെ മുകളിൽ. പിന്നെ കുരങ്ങിൻ്റെ ഒടുക്കത്തെ ശല്യം കാരണം നമുക്ക് ഇത് മാത്രമേ ഇവിടെ കിട്ടാറുള്ളേ.